എടി നമ്മളന്ന് വാങ്ങിച്ച വല എവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് രാത്രി വലയിത്തിന് മനുഷ്യ ഇടി റംബുട്ടാൻ പിള്ളം വവ്വാല് കൊണ്ടു. ഞാൻ പോയി പൊതിഞ്ഞെടുത്തിട്ട് വരാം. എന്റെ ആസ്ഥാനത്ത് കടന്നു കൊട്ടിന്നാണ് തോന്നണേടി. കടന്റെ ആധാർ കാർഡും കൊണ്ട് കാണിച്ചിട്ടാണ്ടി പോയത്. എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോടി. ചട്ടിയാറ്റേടാത്തോണ്ട് പാമ്പറ്റ ഇണചേരാൻ വന്ന എന്നെ എന്തോടി? അതെന്തായാലും പേടിക്കണ്ട, പാമ്പെന്തായാലും പൂവിനാണ് വരാൻ വരൂല. എന്തു പറ്റി? ഒന്നും പറയണ്ട സാറേ, റംബുട്ടാൻ പൊതിയാൻ കയറി കടന്നു കൊട്ടിയതാണ്. ഇപ്പൊ തന്റെ റംബൂട്ടാൻ പൊതിഞ്ഞിടേണ്ട അവസ്ഥ. അതെങ്ങനെ സാറേ പറഞ്ഞ കേൾക്കണ്ടേ? ആവശ്യമില്ലാത്തടത്തെല്ലാം പോയി കയറുകയും ചെയ്യും, ആവശ്യം പുറത്തൊന്നും കയറുകയില്ല. ഒടുക്കത്തെ വേദന നീരും സാറേ. ഇവിടെ ഒന്ന് കാണിച്ചേ. ഇതെന്തോന്നോ തൂക്കണം കുരുവിരെ കൂടാ. കുരുവിയുടെ കൂട് മാത്രമേ സാറ് കണ്ടോളാ. അതിനകത്ത് ഒരു കുരുവി 2 മുട്ടയുണ്ട് സാറേ. കുരുവി കൂട്ടിലെ കോഴിമുട്ട ഞാൻ ആദ്യമായിട്ട് കാണും. മുട്ടയുടെ കണക്കെടുക്കാൻ ഇതൊന്ന് നോക്ക് സാറേ. ഓ, കുരുവിയുടെ തുമ്പിലാണല്ലോ കുത്തിയത്. ഇപ്പൊ കുരുവിക്ക് ഡൈനോസറിന്റെ ഫിഗർ വെച്ച പോലെ ആയിട്ടുണ്ട്. സഹിക്കാൻ പറ്റുന്നില്ലേ? എന്തായാലും വേദനയും നീരും മാറാനുള്ള മരുന്ന് ഞാൻ എഴുതിത്തരാം. ഇത് ഏതാണ് സാറേ വേദനയ്ക്ക് നീരിനുള്ളത്? ആ ഒന്നാമത് എഴുതിയിരിക്കുന്നത് വേദനയ്ക്കും രണ്ടാമത് എഴുതിയിരിക്കുന്നത് നീരിനുള്ളതാണ്. അപ്പൊ ഈ മൂന്നാമത് ഒരെണ്ണം എഴുതിയിരിക്കുന്നത് എന്തോന്നില്ല സാറേ? അത് വേറൊന്നുമില്ല, ഒരു മുഴം പിച്ചിപ്പൂ. അതെന്തിനാ സാറേ? ഇനിയെങ്കിലും അവിടെ ഒന്ന് ജീവി ഒതിച്ചാൽ പൂവും വെച്ച് വിടും. ഇല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ മാരക ജീവികളൊന്നും ഇല്ല. അല്ല സാറേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. വേദന മാത്രം മാറ്റിയാൽ മതി, നീര് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിരിക്കും. അവസാനം റംബൂട്ടാൻ പഴുക്കുമ്പോ കുരു കാണൂല.